നമസ്കാരം. നമ്മൾക്കെല്ലാവർക്കും കാശുകാരനാവാൻ, ധനികനാവാൻ, സമ്പന്നനാവാൻ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ നമ്മളെ അതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നുണ്ടാവും. ശരിക്കും ധനികനാവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയുന്ന ഒരു ധനികനെ കൃത്യമായി കോപ്പി അടിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആ പറയുന്നതിൽ ഒരു തെറ്റും വിചാരിക്കേണ്ടതില്ല. ആ മനുഷ്യൻ എന്ത് ചെയ്തിട്ടാണോ ധനികനായത് അതേ കാര്യം നമ്മളും കൂടി ചെയ്യാൻ തയ്യാറായാൽ സ്വാഭാവികമായിട്ടും അതേ ഒരു റിസൾട്ട് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ടാവും. ശരിക്കും എന്താണ് ധനികൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആ മനുഷ്യൻ ആദ്യം അവനവന് വേണ്ടി സ്പെൻഡ് ചെയ്യാനൊരു തുക കണ്ടെത്തുന്നു. അതിന് നമുക്ക് വേണമെങ്കിൽ സേവ് ഓർ സ്പെൻഡ് ഫോർ ഹിംസെൽഫ് എന്ന് പറയാം. അവനവന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ സെൽഫ് എന്ന് പറയാം. അവനവന് വേണ്ടി ഒരു പേയ്മെൻറ്റ് നമ്മൾ മാറ്റിവെക്കുന്നു. പലപ്പോഴും നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, അത് ബിസിനസ്സുകാരല്ലേ ചെയ്യേണ്ടത്, കാരണം സ്വന്തം ബിസിനസ്സിൽ നിന്ന് അവർക്ക് ശമ്പളം എടുക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എടുക്കുന്നുണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. ബിസിനസ്സിൻ്റെ ആസ്പെക്റ്റിൽ ബിസിനസ് വേറെ, എന്താ പറയുക, ബിസിനസ്മാൻ വേറെ എന്നാണ്. എന്നാൽ പോലും പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഞാനൊരു ജോലിക്കാരനല്ലേ, അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന കാര്യമല്ലല്ലോ ചെയ്യേണ്ടത്, എനിക്ക് വരുമാനം കിട്ടുന്നില്ലേ, സാലറി കിട്ടുന്നില്ലേ. കറക്റ്റാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി കൃത്യമായി സേവ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, യു ആർ ഡൂയിങ് ദാറ്റ് ഡ്യൂട്ടി. ഒരു പ്രശ്നവുമില്ല, നമ്മളത് ആദ്യത്തെ കടമ്പ നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, എത്രയാണോ വരുമാനം നമുക്കുള്ളത് അതിൽ കുറഞ്ഞു മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സ്പെൻഡ് ലെസ് ദാൻ യു ഏൺ. അതായത് നിങ്ങൾക്ക് എത്ര വരുമാനമുണ്ടോ അതിൽ കുറച്ച് മാത്രം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്പെൻഡിങ്, അല്ലെങ്കിൽ ചിലവിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പലരും എപ്പോഴും കടക്കാരനാവുന്നത് വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ട് എന്ന ഒരു കാരണം വരുമ്പോൾ മാത്രമാണ്. ഇനി മൂന്നാമതായിട്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പ്രൊട്ടക്ഷൻ അത് ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ടുണ്ടോ, ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് വരികയാണെങ്കിൽ CIR, ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ ഉള്ള പ്ലാൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ ഭാവിയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആവതില്ലാത്തൊരു കാലം വരുന്നൊരു കാലത്ത് നമ്മൾ എന്താണ് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത് എന്നൊന്ന് നോക്കുക. നമ്മൾ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യണത്? നമുക്കൊരു ക്യാപിറ്റൽ ഗെയിനുള്ള സംഭവത്തിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്? അല്ല നമുക്ക് വലിയ വരുമാനമില്ലാത്ത, നമ്മൾ പരമ്പരാഗതമായി കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് മേഖലകളിലാണോ ഇൻവെസ്റ്റ് ചെയ്യണത്? നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഇൻകം ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കിട്ടുന്നുണ്ടോ? ഇൻകം കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബിൽഡിംഗ് വേണേൽ പറയാം. അതായത് റെൻറ്റ് കിട്ടുന്ന ഒരു ബിൽഡിംഗ്, അല്ലാതെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ലാൻഡ് മാത്രം, പ്ലെയിൻ ലാൻഡ് എടുക്കുകയല്ല. ലാൻഡ് ലീസിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഇൻകം സോഴ്സാണ്. സോ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബാങ്കിൽ FD ആയിട്ടാണോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്? നമുക്ക് അതിൽ നിന്നൊരു വരുമാനം എല്ലാ മാസവും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ SWP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ, മ്യൂച്വൽ ഫണ്ടിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? അതല്ലെങ്കിൽ നമ്മൾ പെൻഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ് ചെയ്തിട്ടുള്ളത്? NPS, നമ്മുടെ NPS ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു പെൻഷൻ സ്കീമാണ്. പക്ഷേ അതിലൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ 60 വയസ്സ് വരെ ലോക്കിംഗ് പീരീഡ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ്. പക്ഷേ അതിൽ ടാക്സ് സേവിങ്സ് അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ വേറെ കിട്ടുന്നുമുണ്ട് താനും. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ ഒരേ മേഖലയിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? അല്ല നമ്മൾ പല നമ്മൾ പറയാറില്ലേ, ഡോണ്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് പോലെ എല്ലാ ചെലവുകളും, എല്ലാ വരവുകളും, എല്ലാ സേവിങ്സും പല മേഖലകളിലായിട്ടാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ അതിൽ സാധ്യതകൾ കുറഞ്ഞ ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ അതിനെ ഒന്നുകൂടി ഉയർത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അഡീഷണലി എന്തെങ്കിലും ഒരു ഇൻകം കിട്ടാൻ സാധ്യതയുണ്ടോ? നിലവിൽ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്ലാനിംഗ് ഒക്കെ കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാൾ ചെറുതായിട്ടൊന്ന് വരുമാനം കൂട്ടാനുള്ള എന്തെങ്കിലും ഒരു മേഖല നമ്മുടെ കയ്യിലുണ്ടോ? നമ്മൾ കൃത്യമായി ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ വരവുകളും ചെലവുകളും നമ്മൾ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യാറുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ 2-3 വർഷം കൂടുമ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ വരവുകളും ചെലവുകളും ഒന്ന് നിർബന്ധമായി റിവ്യൂ ചെയ്യേണ്ടി വരും. കാരണം വരവുകളിൽ പലതും കൂടിയിട്ടുണ്ടാവാം, ചിലത് കുറഞ്ഞിട്ടുണ്ടാവാം. ചെലവുകളിൽ പലതും കൂടിയിട്ടുണ്ടാവാം, പലതും കുറഞ്ഞിട്ടുണ്ടാവാം. കാരണം നമ്മുടെ മക്കളുടെ പഠനം ചിലപ്പോൾ 2 വർഷം മുന്നേ പഠിക്കുന്ന സ്കൂളിലായിരിക്കണം എന്നില്ല, കോളേജിലായിരിക്കണം എന്നില്ല ഇപ്പോൾ അവർ പഠിക്കുന്നുണ്ടാവുന്നത്.
അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന വരുമാനം ചിലപ്പോൾ നമുക്ക് നിന്ന് പോയിട്ടുണ്ടാവാം. നമ്മൾ വീട്ടിൽ നിന്ന് മാറിയിട്ട് ചിലപ്പോൾ വാടക വീട്ടിലേക്ക് മാറിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നമുക്ക് ജോലിയിലൊരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ജോലി മാറിയിട്ടുണ്ടാവാം, ചിലപ്പോൾ നമ്മുടെ കരിയറേ മാറി വേറൊരു മേഖലകളിലേക്ക് മാറിയിട്ടുണ്ടാവാം. സോ ഇതൊക്കെ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യുക. കാരണം പ്ലാനിങ് ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് എപ്പോഴും നമുക്ക് നഷ്ടത്തിൽ അവസാനിക്കാറുള്ളത്. കൃത്യമായി പ്ലാൻ ചെയ്യുക. ഇങ്ങനെ ബിസിനസ്സുകാരിൽ അല്ലെങ്കിൽ സമ്പന്നന്മാരിൽ ചെയ്ത് കണ്ടുവരുന്ന കുറേ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലും കൂടി അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും പറയാൻ പറ്റും ചെറിയ കാലം കൊണ്ട് നമുക്കും നല്ല രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റം കൈവരിക്കാൻ ഈ പറയുന്ന സാധ്യത നമ്മളെ സഹായിക്കുന്നുണ്ടാവും. സോ അതിന് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.